ഇന്നത്തെ എൻ്റെ റെസിപ്പി സോയ വരട്ടാണ്. അപ്പോൾ ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ വളരെ ടേസ്റ്റിയായ ഒരു സോയ വരട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 250 ഗ്രാം സോയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാനൊരു ഓട്ടപാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ പിഴിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല വൃത്തിയാവുള്ളൂ. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവോളയും ഒരു 2-3 പച്ചമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കണം. ആദ്യം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ ശേഷം 2 ടീസ്പൂൺ മുളക് പൊടിയും അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരട്ടെ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 തക്കാളി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതൊന്ന് മൂടി വെച്ചിട്ട് ആ എണ്ണക്കൊന്ന് തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് മൂടി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ എണ്ണക്കൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കണം.
ഇനി ഇതെല്ലാം നല്ലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നല്ലൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1.5 ടീസ്പൂൺ നെയ്യ് കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ടിതൊന്ന് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ സോയ വരട്ട് ഇറച്ചിക്കറിയുടെ അതേ രുചിയിലാണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സോയ വരട്ടാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.